ഹലോ അസ്സലാമലൈക്കും. ഒരുപാട് പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജൂലൈ 5 ജപ്പാനിൽ ഏറ്റവും വലിയൊരു ദുരന്തം വരും എന്നൊന്ന് ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പേരിൽ ന്യൂസ് കേട്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്താനാണ് ഈ വീഡിയോ. അപ്പം നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ന്യൂസിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്ന എല്ലാവരും പാനിക്കായിട്ട് ഇങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോർമലി ഇതൊരു ഡിസാസ്റ്റർ ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ഇല്ലെങ്കിൽ പോലും ജപ്പാനിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പിന്നെ ഇങ്ങനെ എർത്തുക്കൊക്കെ സംഭവിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഗൈഡൻസ് അവർ തരുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുനാമി പോലെ അല്ലെങ്കിൽ എർത്തുക്കൊക്കെ പോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വേഗം എവിടേക്കാണ് പോവേണ്ടത്, അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ പിക്ക് ചെയ്യണം, ഏത് രീതി അവരെവിടെ ഉണ്ടാവും, ഇതൊക്കെ ഓരോ വർഷവും നമുക്ക് അതിനുള്ള മോക്ക് ഡ്രില്ലൊക്കെ സ്കൂളിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ഓരോ വീട്ടിലും സെറ്റാക്കി വെക്കേണ്ട ഒരു എമർജൻസി ബാഗാണ്. അതിൽ നമ്മുടെ എവിഡൻസ്, അതുപോലെ തന്നെ നമുക്ക് വെള്ളം, അത്യാവശ്യം മെഡിസിന്, ഫുഡ് ഐറ്റംസ്, എന്തെങ്കിലും കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റിയത്, ടോർച്ച്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കിറ്റായിട്ട് തന്നെ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ മക്കളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അവരത് കേട്ട് പാനിക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ജപ്പാൻകാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജപ്പാൻ മെട്രോളജി അല്ലെങ്കിൽ ഡിസാസ്റ്റർ പിന്നെ ഏജൻസികളൊന്നും ഇതിനെ കുറിച്ചിട്ട് ഒന്നും, വെതർ ഫോർകാസ്റ്റിംഗ് അവരൊന്നും ഇതിനെ കുറിച്ചിട്ട് ഒരു അലേർട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, ഇത് കേട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താക്കുക, എപ്പോഴും ഒരു എമർജൻസി ബാഗ് റെഡിയാക്കി വെക്കുക. ഇനി ഇന്നല്ലെങ്കിൽ എന്നായാലും അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ അവർക്ക് അതൊരു വലിയൊരു വിഷയമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇന്ന് രാവിലെയും പുറത്തേക്ക് എണീറ്റ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. എന്നത്തെയും പോലെ തന്നെ ഇവിടെ എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്, എൻഗേജ്ഡ് ആണ്. നമ്മളും ഇന്ന് മാനുമോന് ടൂർണമെന്റ് ഉണ്ട്, ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഇവിടത്തെക്കാളും കൂടുതൽ പാനിക്കായത് നാട്ടിലുള്ളവരാണ്. കാരണം ന്യൂസ് ചാനലുകൾ, യൂട്യൂബ് ചാനലിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് തന്നെ പേടിച്ച് ഒരു പാനിക്കായ ന്യൂസുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്തൊക്കെ നമ്മൾ പേടിച്ചിരിക്കല്ല, ഇവരെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ വന്നിട്ടും അവരെവിടെയും പാനിക്കായി കാണിച്ചിട്ടില്ല. അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. പറയാം, ജപ്പാനിലെ ഇടയ്ക്കിടയ്ക്ക് എർത്തുക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് അവയർനെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്നത്തെയും പോലെ ഹാപ്പി ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ലോകത്ത് എവിടെയായിരുന്നാലും ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ.